alaikum. My name is Hamza from grade 1. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ആട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറ് നിറച്ച് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. അപ്പോൾ ശരിക്കും കണ്ടാൽ ആടിനൊരു ഭൂതമാണെന്നേ തോന്നും. ഹൗ, വല്ലാത്ത മയക്കം! അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലാടല്ലേ, താനിരുന്ന ഇടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതായി പുതിയ ജന്തു? ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പതുങ്ങി. നട്ടുറക്കി അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗുഹയിൽ? എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരു വേണം. അത് കേട്ട് ആട് ശരിക്കും പേടിച്ചു. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടിൻ്റെ ശബ്ദം നിർത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിൻ്റെ ധൈര്യം ചോർന്നു. ഇതാൾ ചില്ലാറക്കാരനല്ലോ. എന്നിട്ട് സിംഹം സകല ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം, എൻ്റെ ഗുഹയിൽ വേഗം പുറത്തിറങ്ങ്. അപ്പം നീയാണല്ലോ സ്വയം രാജാവെന്ന് പറഞ്ഞു നടക്കുന്ന സിംഹം. നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകളിൽ രാജാവ്. നിന്നെ തന്നെ ഞാൻ ഇരിക്കുന്നത്. അത്രയ്ക്കും കേട്ടപ്പോൾ സിംഹം പേടിച്ച് തിരിഞ്ഞോടി. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന് പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല, ആ ചക്രവർത്തിയുടെ കഥ കേൾക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എൻ്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. നീ കാട് രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഈ സിംഹത്തിന് പടത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കനുള്ളിൽ ഊറി ചിരിച്ചു. പ്രഭോ, അങ്ങ് ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഗുഹക്കരയിൽ കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിരിട്ടു. പ്രഭ, അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. അതോ ആടോ? നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്നെ പുറകിൽ വിളിച്ചാൽ മതി. ഒരു രാജാവിനെ ഒരു നിസ്സാരനായ കുറുക്കൻ്റെ പിന്നെ ഓടിക്കാനോ? സിംഹം പെറുപെറുത്തു. പ്രഭ, നമ്മളെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ട. ആ ജന്തു തിന്നുകയാണെങ്കിൽ അത് ഇന്ന് തിന്നോട്ടെ. അങ്ങ് ധൈര്യമായി വന്നാലും. ഗുഹക്കരയിൽ സിംഹത്തെയും കുറുക്കനെയും കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയപ്പോൾ കാര്യം പിടിയിട്ട്. അപ്പം ഈ ബീർ കുറുക്കൻ്റെ ധൈര്യത്തിൽ ആ സിംഹം വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം. സിംഹം ആടുള്ളിൽ മന്ത്രിച്ചു. ആടിൻ്റെ സൂത്രങ്ങൾ അറിഞ്ഞ കുറുക്കൻ ആടിനെ കളിയാക്കി ചോദിച്ചു, എപ്പോൾ എത്തി ഈ ചക്രവർത്തി? ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണം എന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിൽ തന്നെ കൊടുന്നല്ലോ. എന്താ മടിച്ചു നിൽക്കണേ? ആ കിഴവനെ എങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? അത് കേട്ടപ്പോൾ തന്നെ കുറുക്കൻ സിംഹത്തിൻ്റെ മേൽ അലറി. എടാ ചതിയാ! എന്നിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. വാലിൽ കെട്ടിയ കുറുക്കൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആപത്തിൽ പെടുമ്പോൾ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. നന്ദി.